എൻ്റെ കൂടെ വന്ന കുട്ടി അവൾ വെറും വയറോടുകൂടിയാണ് വീട്ടിൽ നിന്ന് പോകുന്നത്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ബാഗിൽ 2 പഴം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോട് ചോദിച്ചു, വേണ്ടി നിനക്കിത് വേണോ? അപ്പോൾ പറഞ്ഞു വേണ്ട, അത് അങ്ങോട്ട് കൊടുത്തേക്കെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ആ മാമക്ക് ആ പഴം കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ എൻഡ്യൂറൻസിൻ്റെ ഡേറ്റ് വന്നു. എൻഡ്യൂറൻസ് കണ്ട് ഞാൻ പാസ്സായി. അത് കഴിഞ്ഞിട്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ്. അപ്പോഴും ഞാൻ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻഡ്യൂറൻസ് മാതാവ് പാസ്സാക്കിയല്ലോ, ഇനി ഫിസിക്കൽ മാതാവ് നോക്കിക്കോളും, അത് കഴിഞ്ഞിട്ട് ഞാൻ ഉടമ്പടി എടുക്കാം. പക്ഷേ ഞാൻ ആ ഒരു ധാരണയായിട്ട് പിന്നീട് ഗ്രൗണ്ടിൽ ചെല്ലുമ്പോഴൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഐറ്റംസ് ഒന്നും അങ്ങനെ അവിടെ 30 പേരുണ്ടെങ്കിലും 29 പേരും അടിപൊളിയാണ്. ആ ഒരു വീക്കായിട്ടുള്ള സ്റ്റുഡൻറ്റ് ഞാൻ മാത്രമാണ്. അപ്പോൾ ഒരു പക്ഷേ എനിക്കത് ഒട്ടും ചെയ്യാനും പറ്റുന്നില്ല. എനിക്കെന്തോ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പോരായ്മ പോലെ തോന്നി. അങ്ങനെ ഇരിക്കെ ജനുവരി 16-ാം തീയതി പോലീസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു. 18-ാം തീയതി എക്സൈസിൻ്റെ ഫിസിക്കൽ ടെസ്റ്റ് ആയിരുന്നു. ഇതിന് രണ്ടിനും ഞാൻ നല്ല അന്തസ്സായിട്ട് തോറ്റു. അത് ഒരു പക്ഷേ എന്നെ മാതാവ് തോൽപ്പിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാതാവിൻ്റെ മഹത്വം, തിരുക്കുമാരൻ്റെ മഹത്വം സമൂഹത്തിൽ എന്നിലൂടെ പറയിക്കണമെന്ന് ചിലപ്പോൾ എൻ്റെ അമ്മ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും എല്ലാ കാലത്തും നല്ല രീതിയിൽ പാസ്സായി വരുന്ന എനിക്ക് ആ 2 തോൽവികൾ എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോക്കായിരുന്നു. പിന്നെ കാരണം അത്രയധികം കഷ്ടപ്പെട്ട് ലിസ്റ്റിൽ വന്ന് നമ്മൾ എൻഡ്യൂറൻസ് ടെസ്റ്റ് പാസ്സായി ഫിസിക്കലിൻ്റെ സമയത്ത് അത് പൊട്ടിപ്പോയി. ഒരു പക്ഷേ എൻ്റെ ഓവർ കോൺഫിഡൻസും ഉടമ്പടിയിലേക്ക് എന്നെ അടുപ്പിക്കാൻ അമ്മ ശ്രമിക്കുന്നതെന്നുള്ള ഒരു സൂചന ആയിരിക്കണം അത്. അത് കഴിഞ്ഞിട്ട് ഞാൻ വളരെയധികം ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്ക് കാണുന്നവരോടെല്ലാം എനിക്ക് ദേഷ്യവും സങ്കടവും, വീട്ടിലെ അമ്മയോടും ആണെങ്കിലും അച്ഛനോടും ആണെങ്കിലും ഒരുപാട് ഹാർഷായിട്ടാണ് ഞാൻ പെരുമാറിയിരുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് വളരെയധികം സങ്കടത്തോടുകൂടി ഇങ്ങനെ ഞാൻ പ്രാക്ടീസ് അപ്പോഴും ചെയ്യുന്നുണ്ടായിരുന്നു. വൈകുന്നേരം ഒരു ദിവസം ഗ്രൗണ്ടിൽ പ്രാക്ടീസിന് പോയപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആലോചിക്കുകയാണ്, ആ ചേച്ചിയെടുത്ത് ഒന്ന് കൃപാസനത്തിലേക്ക് ഒന്ന് എന്നെ കൊണ്ടുപോകാൻ പറഞ്ഞാലോ. ഒരു പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഇനി 3 ടെസ്റ്റിൽ 2 ഞാൻ ഫെയിലായി, 1 കൂടി എനിക്കുള്ളൂ. ഒരു കച്ചിത്തുരുമ്പ് മാതാവ് എവിടെന്നെങ്കിലും എനിക്കൊന്ന് തന്നാലോ എന്ന് ഞാൻ ആലോചിച്ചു. അങ്ങനെ തന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ ലീല ചേച്ചിയുടെ കോൾ വന്നു. അശ്വതി, നമ്മൾ പോകുന്നുണ്ട്, നിനക്ക് ഉടമ്പടി എടുക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ ഓക്കെ ചേച്ചി. ബസ്സിലിരിക്കുമ്പോഴൊക്കെ മരവിച്ച മനസ്സുമായിട്ടാണ് ഞാൻ ഇരുന്നത്. ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, മാതാവ് എന്നെപ്പോലെ ഒരാളെ നീ സ്വീകരിക്കുമോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആദ്യത്തെ സംശയം. വീട്ടിൽ വന്നു ഒരുപാട് കരഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ പരിസരത്തെ ഒരു ചേച്ചി ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്നെക്കൊണ്ട് ഇത് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം ഞാൻ അത്രയും ബിഗ് സീറോ ആയിട്ടിരിക്കുന്ന ഒരു സമയമാണ്. എൻ്റെ കയ്യിലൊന്നുമില്ല. എൻ്റെ ചുറ്റും ഇരിക്കുന്നവർക്ക് എൻ്റെ വളർത്തിയ അച്ഛനോ അമ്മയ്ക്കോ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഒരു മോളുള്ളൂ. അമ്മയ്ക്കാണെങ്കിൽ എനിക്ക് മുന്നേയും പിന്നെയും കുറച്ച് കുട്ടികൾ അബോട്ടായിട്ടുണ്ട്. അപ്പോൾ ആകെ ഒരു പ്രതീക്ഷ ഞാൻ മാത്രമാണ്. ചേച്ചി എന്നെക്കൊണ്ട് ഇത് പറ്റുമോ, ഞാനിത് എടുക്കാൻ പറ്റുമോ, ഒരുപാട് ഞാൻ കരഞ്ഞു. ആ ഒരു സമയത്താണ് ഞാൻ അത്രയും മനസ്സ് പൊട്ടി ഞാൻ ആ ചേച്ചിയുടെ മുമ്പിൽ കരയുന്നത്. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു, എടി നീ എൻ്റെ മുന്നിലല്ല കരയുന്നത്, നിന്റെ കണ്ണീര് കാണുന്നത് വേറൊരാളാണ്. അപ്പോൾ നീ പൊഴിക്കുന്ന ഓരോ കണ്ണീരിനും അവിടെ അമ്മമാതാവ് കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഉറപ്പായിട്ടും അല്പം വൈകിട്ടാണെങ്കിലും നിന്റെ വിളി അവിടെ തീർച്ചയായും എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കൽ